നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെന്ത് ടേസ്റ്റാണെന്നല്ലേ. അപ്പം നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് നാടൻ രീതിയിലാണ് ബീഫ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാടൻ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് നമുക്ക് മാക്സിമം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഒന്ന് തേച്ച് വെക്കണം. നമ്മുടെ ബീഫ് 1 കിലോ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി അതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മീറ്റ് മസാല പൗഡറാണ്. മീറ്റ് മസാല പൗഡർ 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 1 ടേബിൾ സ്പൂൺ അളവിലല്ല, 1 ടീസ്പൂൺ അളവിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം, അത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീറ്റ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് അരമണിക്കൂർ കവർ ചെയ്തിട്ട് പുറത്ത് വയ്ക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മൺചട്ടി എടുക്കുക. മൺചട്ടിയിൽ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി മുറിച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് 1 പിടിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളി 1 പിടിയും സബോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് നെടുകെ കീറിയത് 6 എണ്ണം കറിവേപ്പില 2 തണ്ട് ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചേർത്തതിന് ശേഷം മാത്രം ഇതൊന്ന് നല്ല പോലെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സബോളയൊക്കെ വഴന്നു വരുന്ന സമയത്താണ് ഇവിടെ മഞ്ഞൾപ്പൊടിയും ഉണക്കമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളുടെ സബോളയൊക്കെ ഇപ്പോൾ നന്നായി വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നമുക്ക് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ മിക്സാക്കി നമ്മളുടെ ബീഫൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ആണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ബീഫ് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1.5 കപ്പ് വെള്ളം ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ 1 കിലോ ബീഫല്ലേ ഉള്ളൂ. അപ്പോൾ 1 കിലോ ബീഫിന് ഏകദേശം 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ ബീഫ് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും പിടിക്കും. ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടേബിൾ സ്പൂൺ അളവിലും അതേപോലെ വറുത്ത് വെച്ചേക്കുന്ന പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ അളവിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1 മണിക്കൂറൊക്കെ ആയി ഇപ്പോൾ ബീഫ് വെച്ചിട്ട്. അപ്പോൾ ബീഫ് നമുക്കിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ അളവിൽ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടി വെക്കണം കേട്ടോ. അപ്പോൾ ബീഫ് വെന്തൊന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുത്തേക്കുന്ന പെരിഞ്ചീരകവും അതേപോലെ തന്നെ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതേപോലെ ഇളക്കി കൊടുത്ത് നല്ല പോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കാം. അല്ല നമുക്ക് കുറച്ച് കുറുകിയ ചാറോട് കൂടി വേണമെങ്കിൽ നമുക്ക് അതുപോലെ എടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.